നിർമ്മാണ മേഖലയിൽ എങ്ങനെയെല്ലാം ക്വാളിറ്റിയെ വിലയിരുത്താം? ഒരു പ്രൊഫഷണൽ കമ്പനികളെല്ലാം തന്നെ 100-ലധികം ക്വാളിറ്റി ചെക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്വാളിറ്റിയെ വിലയിരുത്താറ്. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു ടൈല് ഇടുന്ന സമയത്താണെങ്കിൽ ആ സമയങ്ങളിൽ തന്നെ അതിൻ്റെ എയർ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ എന്ന് ശരിക്കും മുട്ടി നോക്കുന്ന ഒരു ക്വാളിറ്റി ചെക്കിങ്. നമ്മൾ ബാത്റൂമിൽ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വെള്ളം ലീക്ക് ആവുന്നുണ്ടോ, വാട്ടർ പ്രൂഫിങ് എഫക്റ്റീവ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി, ഇങ്ങനെ 100-ലധികം ക്വാളിറ്റി ചെക്കുകൾ നിർമ്മാണ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, പൊതുവേ ഒരുവിധം നല്ല കമ്പനികൾ എല്ലാവരും തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ പേരിൽ ഒരു റിസ്ക് വരാൻ പാടില്ല ഫ്യൂച്ചറിൽ എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ എന്ത് റിസ്ക് വന്നാലും ഈ കമ്പനികൾ അതിൻ്റെ സർവീസിന് ഉത്തരവാദികളാണ് എന്നുള്ളതുണ്ട്. സോ മാർക്കറ്റിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല പണിക്കാരെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കിങ് ഓരോ ഘട്ടത്തിലും, അതും വളരെ ഏറ്റവും പ്രൊഫഷണൽ വേയിൽ സൂപ്പർവൈസറിൽ നിന്ന് തുടങ്ങി എഞ്ചിനീയറിൽ നിന്ന് തുടങ്ങി ആർക്കിടെക്റ്റിലേക്ക് എത്തി മാനേജറിലേക്ക് പോകുന്ന അങ്ങനെ പല രീതിയിലും പല ടൈപ്പ് ഓഫ് ഉള്ള ക്വാളിറ്റി ചെക്കിങ്ങിലൂടെ മാത്രമേ ശരിക്കും നിർമ്മാണ ഘട്ടത്തിലെ കഴിയുന്നതും സർവീസുകൾ വരാത്ത അത്ര നല്ലൊരു നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ.